ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിന് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെ പേടിപ്പിക്കാനുള്ള വഴി ആലോചിച്ച് നിൽക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇന്ദ്രൻ നമ്മുടെ അമ്മയുടെ നഖം വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് വന്നിട്ട്, മോളെ, അവന് ടിക്കറ്റ് കൺഫേം ആയി, അവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശോഭ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പൊ വേഗം പല്ലവി അങ്ങ് വന്നു. എന്താണെങ്കിലും ഇവിടെ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് പറഞ്ഞു. ഒന്നുകൂടെയൊക്കെ ആലോചിച്ചിട്ട് പോരെ അദ്ദേഹത്തെ പോലെ ഒരാളെ കൊണ്ടുവരാൻ. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളല്ലേ. ചത്തുപോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ച സേതു. അപ്പൊ എന്താടാ എന്നിങ്ങനെ രാജലക്ഷ്മി ചോദിച്ചപ്പോ വട്ട എന്ന് ഇന്ദ്രൻ ഇങ്ങനെ പറയാണ്. ഇവരിത് കേട്ടോണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരും ആ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ പാറുവും വിശ്വനും എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇവര് നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇന്ദ്രന്റെ മുന്നിൽ പെർഫോം ചെയ്യാണ് കേട്ടോ. അതെ, ചാവട്ടെ, വിളിച്ചു വരുത്തുന്നത് അതിനു വേണ്ടി തന്നെയാ. ഞാൻ പറഞ്ഞത് കേട്ടപ്പോ അമ്മാവൻ ജോലിക്കായിരുന്നു. ഇത്രയും ദേഷ്യം അമ്മാവനിൽ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അതാണ് സത്യം. എന്തായാലും എന്റെ സങ്കടത്തിന് ഇനി അധികം ആയുസില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞു പല്ലവി. അപ്പൊ വിശ്വം ചോദിക്കുക, ആരെ കുറിച്ചായി പറയുന്നത്? ഞങ്ങളുടെ അമ്മാവനെ കുറിച്ചാ. അതെ, ബോംബെയിലാ കക്ഷി, അധോലോകത്തിലാ. എങ്ങോട്ടേക്ക് വരാൻ പോവാന്ന്. അപ്പോഴത്തേനും ആളാകെ പേടിച്ചിരിക്കുക കേട്ടോ. നമ്മുടെ രാജലക്ഷ്മി, അമ്മയ്ക്കറിയാലോ, സ്ക്രൂ ഡ്രൈവറാ പുള്ളിയുടെ ആയുധം. അടിവയറ്റിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കയറ്റി ഒറ്റൊരു കറക്കവും കൂടി അതോടെ ആള് തീരുന്ന എല്ലാവരും പറയണത്. എന്തായാലും വിളിച്ചപ്പോ തന്നെ വരാന്ന് സംഭവിച്ചല്ലോ, മഹാഭാഗ്യം എന്ന് പാറു ഇങ്ങനെ പറയുക. അപ്പൊ ഷോ, എന്റെ പൊന്നോ. അപ്പൊ വേഗം ഇന്ദ്രൻ അവിടെ ഇതെല്ലാം കേട്ടിട്ട് ചാടി എഴുന്നേക്കാണ്. ആരുടെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോണത്? നിങ്ങളുടെ അന്തകൻ എന്ന് പറഞ്ഞു. കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരാളാ വരുന്നത്. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. ഒന്ന് പറഞ്ഞ രണ്ടിന് സ്ക്രൂ ഡ്രൈവർ കയറ്റും. അതാ അമ്മാവിന്റെ ഒരു ശീലം. അയ്യോ, പേടിച്ചു പോയി. പുള്ളി എന്താ ഇലക്ട്രീഷ്യനാണോ സ്ക്രൂ ഡ്രൈവറുമായിട്ട് വരാൻ? ഇലക്ട്രീഷ്യനാണോ പ്ലംബർ ആണോ എന്നൊക്കെ സ്വന്തം അനുഭവത്തിൽ അങ്ങ് മനസ്സിലാക്കിയാൽ മതിന്നേ. അതാ നല്ലത്. നിങ്ങളെ ഇവിടുന്ന് ഓടിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മാവൻ ഇവിടെ എത്തിയാ നിങ്ങളെ പരലോകത്തേക്ക് അയക്കും. നമുക്ക് കാണാം എന്ന് പറഞ്ഞു പല്ലവി. ഞാൻ പേടിച്ചു. അയ്യോ, ഒന്ന് പോടി എന്ന് പറഞ്ഞോണ്ട്. അതെ, എന്തായാലും ആ പുള്ളിക്കാരൻ സ്ക്രൂ ഡ്രൈവറുമായിട്ടല്ലേ വരുന്നത്. അപ്പൊ ഈ വീട്ടിലെ ലൂസായ സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ പറ. അത് ഞങ്ങൾ നോക്കിക്കോളാം. എന്തായാലും തന്റെ ലൂസായ പിരി ടൈറ്റ് ആക്കിയിട്ട് അമ്മാവന് വിടുന്നു പോകും. അതുപോലെ എന്ന് ചോദിച്ചു. അയ്യോ, പേടിച്ചു. ഞാൻ പേടിച്ചേ എന്ന് പറഞ്ഞു. ഭയങ്കര ആക്ഷനാണ് ഇന്ദ്രൻ. എന്തൊക്കെ വേഷം കേട്ടാണോ. എന്നിട്ട് പല്ലവിയും സേതു അങ്ങോട്ടേക്ക് ഇറങ്ങി, ഇന്ദ്രനും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പൊ രാജലക്ഷ്മി ശരിക്കും പേടിച്ചു. അപ്പൊ രാജലക്ഷ്മി വേഗം തന്നെ ഇന്ദ്രന്റെ പുറകെ ചെന്നിട്ട്, എടാ ഇന്ദ്ര, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ എന്നിങ്ങനെ ചോദിക്കാണ്. എന്താമ ഇത് എന്ന് ചോദിച്ചു. എടാ, കുഴപ്പമാവോ? ഇവിടുന്ന് താമസം അറിയാലോ. എന്റെ അമ്മേ, പേടി എന്നുള്ളൊരു വാക്കിന്റെ നിഘണ്ടൂരില്ലെന്ന് നമുക്കറിയാലോ. സ്ക്രൂ ഡ്രൈവറോ പിക്കാസോ മമ്മട്ടിയോ എന്തെങ്കിലും കോപ്പുമായിട്ട് വരട്ടെ, ഞാൻ നേരിടുക തന്നെ ചെയ്യും. അമ്മേ, അയ്യോ, പേടിച്ച് ഇങ്ങനെ അങ്ങ് പറഞ്ഞ് പേടിപ്പിച്ച് തന്നെ എന്നെ അമ്മേന്ന് പറയുന്നത് നാണക്കേടാവൂട്ടോ. അല്ല പിന്നെ അമ്മ പേടിക്കില്ലേ. അതെ, എന്ത് വന്നാലും നമ്മൾ നേരിടും എന്ന് പറഞ്ഞ ഇന്ദ്രൻ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ പല്ലവി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. ഇന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് അപ്പൊ കൈ എടുത്ത് ഷോൾഡർ വെച്ചപ്പോ ഡോ എന്ന് വിളിച്ച് ചാടുകയാണ്. ഈ എന്തിനാണ് കിടന്ന് ചാടുന്നത്? എനിക്ക് നിന്നെ വേണമെങ്കിൽ ഇവിടെ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാം. പിന്നെ ഒരു മനുഷ്യനും അറിയാൻ പോകുന്നില്ല. ഞാൻ ചെയ്യാത്തതേ നിന്നോട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്ര. പിന്നെ നിന്നെ എത്രയോ തവണ നീ കോളേജ് വിട്ട് ഒറ്റയ്ക്ക് നടന്നു വന്നിട്ടുണ്ട്. അന്നൊന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് നിന്നെ പിടിച്ചോണ്ട് പോകായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല. എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നതെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചു. മറ്റവനില്ലേ, ആ താടി തെണ്ടി, അവനെ പേടിച്ചിട്ടൊന്നുമല്ല. അതാ ഞാൻ വന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ഒപ്പം എനിക്ക് ഒരുമിച്ച് ജീവിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. ഒന്ന് ചിരിച്ചു പല്ലവി. എന്റെ ഒപ്പം ജീവിക്കാന്നോ? അതൊരിക്കലും നടക്കില്ല. കോടതി എനിക്ക് ഡിവോഴ്സ് അനുവദിച്ച് തന്നിരിക്കും എന്ന് പറഞ്ഞു. നിന്റെ ആഗ്രഹം നടക്കില്ല മോളെ എന്ന് പറഞ്ഞു. അതുപോലെ നടക്കണം എന്നില്ലല്ലോ. ഒരിക്കലും നടക്കില്ല.
ഇപ്പൊ ഒരുത്തിനെ ഇറക്കാൻ പോകുന്നുണ്ടല്ലോ, സ്ക്രൂ ഡ്രൈവർ അമ്മാവൻ. അയാളിങ്ങ് വരട്ടെ. വരുമ്പോഴേ നീ പറ, ഒരു ഇരുമ്പ് വടിയും കൂടി എടുത്തോളാൻ പറ. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തിയാലൊന്നും എന്റെ വയറ്റിൽ ഓട്ട വീഴില്ല. ഇത് 6 പാക്കാ, 6 പാക്ക്. ആ, ഇടുമ്പോ അടിച്ചാ ചിലപ്പോ തല പൊട്ടും. അതാ നല്ലത്. എന്ത് ചെയ്യണമെന്ന് അമ്മാവൻ തന്നെ തീരുമാനിച്ചോളും. അയ്യോ, എനിക്ക് ഒരു പേടിയില്ല മോളെ. അതിലും വലിയ അധോലോകം കണ്ടിട്ടുള്ള ആളാ ഈ ഞാൻ. നിങ്ങൾ കണ്ട അധോലോകമല്ല ഇനി കാണാൻ പോണത്. ആ ശരി എന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റിംഗാ. വരാൻ പറ നിന്റെ അമ്മാവനോട്. എനിക്ക് അയാളെ കാണാനായിട്ട് തിടുക്കായിട്ടുണ്ട്. വരും, മിക്കവാറും ഇന്നോ നാളെയോ തന്നെ വരും എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാലേ വെൽക്കം മൈ സ്ക്രൂ ഡ്രൈവർ അമ്മാവൻ. ഇന്ദ്രജിത്ത് ഈസ് വെയിറ്റിംഗ് ഫോർ യു എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജിത്ത് എന്നാ പോട്ടടി. അപ്പോഴാണ് നമ്മുടെ രാജലക്ഷ്മി അവിടെ നിൽക്കുന്നത് കാണുന്നത്. പല്ലവി അങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോ രാജലക്ഷ്മി അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട്. ആഹാ, നിങ്ങളുടെ മകനുണ്ടല്ലോ ശരിക്കും ഭൂലോക മണ്ടന, അല്ലെങ്കിൽ മരമണ്ടന എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പണ്ടേ ഇപ്പൊ ഈ സ്ഥലം ഇവിടുന്ന് കാലിയാക്കിയാനേ. എന്റെ അമ്മാവന്റെ കൈകൊണ്ട് ചാവണം എന്നായിരിക്കും അയാളുടെ വിധി. തലയിലെഴുത്ത് മായ്ക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ പല്ലവി അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്ക് രാജലക്ഷ്മി വെപ്രാളം പിടിച്ച് ഇന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എടാ, എനിക്ക് പേടിയാവുന്നു. ഒറ്റയടിക്ക് 3 പേരെ കൊന്നതാന്ന്. ജയില് സ്വന്തം തറവാട് പോലെയാന്നാ കേട്ടത്. സത്യം. എടാ, അമ്മാവന്റെ പേര് കേട്ടാലേ ബോംബെയിലെ അധോലോകം കിടുകിടാന്ന് വിറയ്ക്കുന്നാ പറഞ്ഞത്. അമ്മ, അതൊക്കെ അവര് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലേ. എന്നെ ഇവിടുന്ന് ഓടിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള സൂത്രമായത്. എനിക്കിതറിയാം. എന്തോ എനിക്കിത് തോന്നുന്നില്ല മോനെ എന്ന് പറഞ്ഞു. അമ്മാവൻ വരും, സ്ക്രൂ ഡ്രൈവർ പുറത്തെടുക്കും, കുത്തും, തിരിക്കും. ഉറപ്പായിട്ടും എന്റെ മോനെ അതോടെ നീ തീരും. എന്നെ വായിരിക്കുന്നത് നിങ്ങൾ കേൾക്കും. എനിക്ക് മരിക്കാൻ ഒരു പേടിയില്ല. എനിക്ക് പേടിയുണ്ട്. ഞാൻ മാത്രല്ല നീയും മരിക്കണ്ട. ഞാന് എന്റെ വേദന നീ ഒന്ന് തിരിച്ചറിയന്തരാ. എന്റെ പൊന്നോ, എന്ത് കഷ്ടവാ. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എവിടെയായിരുന്നു ഇത്രയും കാലം? എന്തുകൊണ്ടായാലും നേരത്തെ വന്നില്ല? എടാ, അയാളെ ജയിലിലായിരുന്നു, തീഹാർ ജയിലിലായിരുന്നു അത്രേ. ഏതോ വിമാനം റാഞ്ചി കൊണ്ടുപോയ കേസിലെ അറസ്റ്റ് ചെയ്തതാന്നാ പറയുന്നത് കേട്ടത്. വിമാനം റാഞ്ചി കൊണ്ടുപോയി അയാള് ആ സ്ക്രൂ ഡ്രൈവർ അമ്മാവനെ അറസ്റ്റ് ചെയ്തത്. ഇത് ഇവര് മാത്രമേ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. എന്റെ പൊന്നമ്മേ, അമ്പലപ്പറമ്പിന്ന് വല്ല പ്ലെയിനും അടച്ചോണ്ട് പോയതായിരിക്കും. അതാ വിമാനം റാഞ്ചി എന്ന് പറഞ്ഞത്. കഷ്ടം. എടാ, നിനക്ക് തമാശ, പക്ഷെ അയാൾ അധോലോകം മാത്രല്ല, ഉഗ്രവാദിയും കൂടിയാ. അപ്പൊ ഇന്ദ്രൻ ചിരിക്കാണ് കേട്ടോ. അതുകൊണ്ടാ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അയാളെ കുറിച്ച് കേട്ടപ്പോ മുതൽ എനിക്ക് ഒരു സ്വസ്ഥതയില്ല. ശരി എന്ന് കരയല്ലേ? അതെ, എന്ത് വന്നാലും നമ്മൾ നേരിടും. ഒരു കാര്യം ചെയ്യാം. ഈ കേസ് നിർണായകമായൊരു വഴിത്തിരിവിലെത്തിയിരിക്കുക. 50-50 ചാൻസ് എന്നാണ് വക്കീല് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ചു നിന്നേ പറ്റൂ. ആ സാഹചര്യത്തിൽ സ്ക്രൂ ഡ്രൈവറെ ഇറക്കി എന്നെ വീഴ്ത്താനാ പരിപാടി. ഞാൻ വീഴാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വീഴില്ല, ഒരിക്കലും വീഴില്ല എന്ന് പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് പേടിയുണ്ടല്ലേ? ആ പേടിയൊന്ന് പരിഹരിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് തന്നെ ആ മൊട്ട വക്കീലിനെ കാണാം. എന്നിട്ട് വരാൻ പോകുന്ന ആ അമ്മാവനെ കുറിച്ച് പറയാം. മൊട്ടയുടെ അഭിപ്രായം എന്താന്ന് അറിഞ്ഞിട്ട് അതുപോലെ നമുക്ക് ചെയ്യാം. എന്താ പോരെ? എന്നാലും നീ ഒന്ന് സൂക്ഷിച്ചോളാം. അമ്മ നന്നായിട്ട് തിരുമ എന്ന് പറഞ്ഞ് കാലൊക്കെ വെച്ചു കൊടുത്തേക്ക് വേണം. അപ്പം നമ്മുടെ കാട്ടൂരാന്റെ അടുത്ത് ചെന്നു. ആരാടോ ഈ അമ്മാവൻ? ഇത്രയും ദിവസം ഇല്ലാതിരുന്ന ആള് പെട്ടെന്ന് എവിടുന്ന് പൊട്ടി വിളച്ചു? എനിക്കറിയില്ലടോ. അതെ, കൊടും ക്രിമിനൽ ആണെന്നാ ഞാൻ കേട്ടത്. സ്ക്രൂ ഡ്രൈവർ ആണത്രേ. മൂപ്പറുടെ ടൂള് അതിങ്ങനെ വായിലോട്ട് കയറ്റും, എന്നിട്ട് ഇങ്ങനെ ഒരു തിരിക്കും. അപ്പൊ കുടലുമാല ഇങ്ങനെ പാടിവരിയായി പുറത്തോട്ട് വരും. അങ്ങനെ സംഭവിച്ചാ ആ ബോഡി കാണാൻ ഒരു ചന്തം ഉണ്ടാവില്ല. ഒന്ന് നിർത്തലോ. ഞാൻ എന്താടോ അയാളെ പേടിച്ച് താമസം മാറണോ? നോ, ഒരിക്കലും മാറരുത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി താൻ അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഒരിക്കലും തനിക്ക് അവിടെ തിരിച്ചു കയറാൻ പറ്റില്ല. അതെനിക്കറിയാടോ വക്കീലെ. പിന്നെ സത്യം പറഞ്ഞാലേ ഞാൻ അവിടെ നിന്ന് ഞാനങ്ങ് സുഖം പിടിച്ചുപോയി വക്കീലെ. സമയാസമയത്ത് ആഹാരം, വിശ്രമം, പിന്നെ എന്തോരു സുഖം അവിടെ. അല്ലെങ്കിലും ഈ അച്ചി വീട്ടിലെ പൊറുതിയ അങ്ങനെ തന്നെയാ. താൻ സുഖം പിടിച്ചു എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഈ കൂതറ അമ്മാവനെ ഇറക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അതെ, അങ്ങേര് ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് അങ്ങോട്ട് കയറി ഒരു പഴി കൊടുത്താലോ?
എന്റെ പൊന്നേന്ദ്ര, ഈ സേതുമാധവനെ തല്ലി താഴിടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എടോ, തന്റെ നിലയ്ക്കും വിലയ്ക്കും ഉള്ള ആളല്ല, ശരിക്കും സ്ട്രീറ്റ് റൗഡിയാണ്, തെരുവ് ഗുണ്ട. മനസ്സിലായോ തനിക്ക്? അതെ, ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ആ വീട്ടിൽ നിന്ന് താൻ ഇറങ്ങരുത്. സ്ക്രൂ ഡ്രൈവർ അമ്മാവനല്ല, ആര് ശ്രമിച്ചാലും താൻ അതിന് വഴങ്ങരുത്. ഇറങ്ങിയാൽ പിന്നെ തന്റെ കാര്യം പോക്കാം. ഈ കേസ് താൻ തോറ്റു എന്ന അർത്ഥം അതിനിടെ ഉണ്ടാക്കരുത്. ആ ശരി ശരി, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. അത് മതി. എന്നാ വക്കീല് പോയാട്ടെ. ഓക്കെ ശരി, ബൈ എന്ന് പറഞ്ഞ് കാട്ടൂരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയാ, ഊർമിളയും അതുപോലെ ഊർമിളയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സേതുവും പല്ലവിയും കൂടി. ആ എത്തിയോ? എന്തായി വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഒക്കെ? എല്ലാം സെറ്റായോ എന്നിങ്ങനെ ചോദിച്ചോ. ഉവ്വ്, ബോംബോ അതോ ലോകത്തിൽ നിന്ന് വരും എന്നൊക്കെയാ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഇന്ദ്രൻ പേടിച്ചോ എന്നറിയില്ല. എന്തായാലും ഇനി വൈകണ്ട, ഇനി ആള് വരട്ടെ, ഇരിക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഊർമിള വന്നിട്ട് അഡ്വക്കേറ്റ് ഗോപിനാഥൻ, അതാണ് പേര് കേട്ടോ എന്ന് പറഞ്ഞു. കണിശക്കാരൻ, പിന്നെ ആർക്ക് വേണ്ടിയിട്ടും സ്വന്തം നട്ടെല്ല് വളയ്ക്കാൻ തയ്യാറല്ലാത്ത ഒരു മാന്യൻ, അങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. ഗോപി വക്കീലിനെയും ഇന്ദ്രൻ സ്വാധീനിച്ചോ എന്ന് വെക്ക്. അങ്ങനെ സ്വാധീനിക്കാൻ പറ്റിയ ഒരാളല്ല, അങ്ങനത്തെ ആളല്ല ഈ ഗോപി വക്കീല് എന്ന് പറഞ്ഞു. ശരി, എന്നാ അത് വിട്ടിരിക്കുന്നു. അല്ല, വേറൊരു സംശയം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞു സേതു. എങ്ങനെയായിരിക്കും ഗോപി വക്കീല് ഇന്ദ്രൻ മനോരോഗിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പോണത്? എന്തായിരിക്കും അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു വഴി എന്ന് ചോദിച്ചോ. അതെനിക്കറിയില്ല, പക്ഷെ വളരെ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ ഗോപി വക്കീല്. അതുകൊണ്ട് തന്നെ ഇതുവരെ എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു. അപ്പോ എപ്പോഴാ എത്തുക, എങ്ങനെയാ എത്തുക, ഒരു മുൻവിധി ഇല്ലാതെ അങ്ങോട്ട് വരാൻ എന്ന് വിചാരിക്കുന്നത് കൊണ്ടായിരിക്കും മിക്കവാറും വിളിക്കാത്തത്. എന്തായാലും ഈ വരവോടെ നമ്മുടെ കേസിലെ അവസാനത്തെ സ്റ്റെപ്പ് നടക്കും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്നുകിൽ ഇന്ദ്രൻ പരാജയപ്പെടും, അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് തെറ്റിദ്ധരിച്ച പോലെ ഗോപി വക്കീലിനെയും ഇന്ദ്രൻ തെറ്റിദ്ധരിപ്പിക്കും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും സംഭവിക്കും. അല്ല, അങ്ങനെ പറയില്ല എന്റെ ഊർമിളെ, എനിക്ക് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് ഒന്ന് കിട്ടിച്ചാ മതി എന്ന് പറഞ്ഞു. ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനമില്ല. എന്തൊക്കെയായാലും ഗോപി വക്കീൽ എന്ന കടമ്പയും കൂടി ഒന്ന് കടക്കാം. അതിനുശേഷം എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം. വന്നിരിക്കുന്നത് അമിക്കസ് ക്യൂറിയാണ് എന്ന് തിരിച്ചറിയാടത്തോളം കാലം നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇന്ദ്രൻ തന്നെ ഗോപി വക്കീലിന്റെ മുന്നിൽ പുറത്തെടുത്തോളും. ബോംബെയിലെ അധോലോക നായകനോട് രണ്ട് സമീപനമല്ലേ ഇന്ദ്രനെ സ്വീകരിക്കാൻ പറ്റൂ. ഒന്ന്, വിനയനായിട്ട് തല കുനിച്ച് നിൽക്കുക, അല്ലെങ്കിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുക. ഇതിലേതാണ് ഇന്ദ്രൻ സ്വീകരിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അതിനനുസരിച്ചിരിക്കും കാര്യങ്ങളുടെ കിടപ്പ്. അതുകൊണ്ട് നമുക്ക് നോക്കാം പല്ലവി. എന്റെ വിശ്വാസം അഥവാ പ്രതീക്ഷ, ഗോപി വക്കീലിന് മുന്നിൽ ഇന്ദ്രൻ വീഴും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഞാനും അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ സേതു. ഇതോടെ ഇന്ദ്രൻ തീരും. അങ്ങനെയായാ മതിയായിരുന്നു. അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. പിന്നെ വീട്ടില് വീട്ടിൽ ചെന്നിട്ട് പല്ലവി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശോഭയ്ക്കും പാറും ഉണ്ട് കേട്ടോ. അതെ, എന്താ മിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാലും ഒരു അപരിചിതനെ നമ്മുടെ വീട്ടിൽ കയറി താമസിപ്പിക്കുന്നത് ശരിയാണോ മോളെ? അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു മിക്കസ് ക്യൂറി അല്ലേ, കോടതി നിയോഗിക്കുന്ന ഒരാള്. അത് മാത്രവുമല്ല, സാധാരണ കീഴ്ക്കോടതിയിലൊന്നും ഇങ്ങനെ ഒരു അമിക്കസ് ക്യൂറിയെ നിയമിക്കുന്ന പരിപാടി ഇല്ല താനും എന്ന് പറഞ്ഞു. എന്തായാലും ഈ കോടതി അത് ചെയ്തത് നമ്മുടെ ഭാഗ്യമായി വേണം കരുതാൻ എന്ന് പറഞ്ഞു. അതെ, കോടതിയുടെ കണ്ണാണ് അമിക്കസ് ക്യൂറി എന്ന് പറയണത്. അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യത്തിലേ സംശയമുള്ളൂ, അമിക്കസ് ക്യൂറി കൊടുക്കുന്ന റിപ്പോർട്ട് ജഡ്ജി അംഗീകരിക്കുമോ ഇല്ലയോ? സാധാരണ അംഗീകരിക്കുക തന്നെ ചെയ്യണം. എന്ന് വെച്ചാൽ അംഗീകരിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്നല്ലേ? കോടതിയുടെ വിവേചനാധികാരത്തിൽ പെടുന്ന കാര്യമാണ്. നിയമത്തിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടമ്മേ എന്ന് പറഞ്ഞു. അമിക്കസ് ക്യൂറി വരണം എന്ന് തന്നെയാ എനിക്ക്. ഇന്ദ്രജിത്ത് ഒരു സൈക്കോ ആണെന്ന് കോടതിക്ക് ബോധ്യപ്പെടണമെങ്കിൽ അതേ ഉള്ളൊരു വഴി എന്ന് പറഞ്ഞു. അതെ,
നമ്മൾ കുറച്ചൊന്ന് സഹിക്കേണ്ടി തന്നെ വരും എന്ന് പറഞ്ഞു പല്ലവി. പിന്നെ സാർ വരുന്നത് അമ്മാവിന്റെ രൂപത്തിലാണല്ലോ, ആ അടുപ്പം നമ്മുടെ ഒക്കെ പെരുമാറ്റത്തിൽ ഉണ്ടാവുകയും ചെയ്യണം, മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. കുരുട്ടു ബുദ്ധിയാ ഇന്ദ്രന്റേത്, അതുകൊണ്ട് അമ്മയും മോശമൊന്നുമല്ല. അവരിൽ ആർക്കെങ്കിലും ഒരു ചെറിയ സംശയം തോന്നിയ ഈ പദ്ധതി അതോടെ പൊളിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ സംഭവിക്കരുത്. സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടാവരുത്. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഈ വരുന്നതേ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള് തന്നെയാണോ എന്ന് ചോദിച്ചു. പെൺകുട്ടികൾ താമസിക്കുന്ന വീടായത്, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മ അതോർത്ത് പേടിക്കണ്ട. ജെന്റിൽമാനാണ് ഗോപിനാഥൻ വക്കീല്. അങ്ങനെയല്ലാത്ത ഒരാളെ ഊർമിള സജസ്റ്റ് ചെയ്യില്ല. അദ്ദേഹം വരട്ടെ, ബാക്കിയൊക്കെ പിന്നെ. നിനക്ക് ഡിവോഴ്സ് കിട്ടണ അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ഞങ്ങൾ സഹിച്ചിരിക്കും, ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു. എല്ലാം ശരിയാവും അമ്മേ, അമ്മയ്ക്ക് സ്ക്യൂരിയുടെ വരവ് അതിനു വേണ്ടിയിട്ടുള്ളത് തന്നെയാ എന്ന് പറഞ്ഞ് പല്ലവിയും ഇവരിങ്ങനെ രഹസ്യമായിട്ടാട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് മറ്റവരാരും ഇല്ല എന്ന് ഉറപ്പിച്ച ശേഷമാണ് സംസാരം. അപ്പൊ ഇതേണ്ട അദ്ദേഹം വീട്ടിലേക്ക് ലാൻഡ് ചെയ്യാണ്. ഒരു തോക്ക്, ഭയങ്കര ഗുണ്ടയുടെ ഷേപ്പ്, ഒരു തൊപ്പി, പിന്നെ ഒരു ജുബ്ബ, കയ്യില് എന്താ പറയാ, ഇതൊക്കെ ആയിട്ടാണ് ആളുടെ വരവ്. എന്താ പറയാ, ഒരു വലിയൊരു ചുരുട്ട് പോലത്തെ ഒരു സാധനം ചുണ്ടിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട്. കണ്ടാൽ അതോ ലോകം ഗുണ്ട മാറി നിൽക്കും. ആ ഒരു ലുക്കിൽ തന്നെയാണ് നമ്മുടെ ഗോപി വക്കീല് ദേണ്ട എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങോട്ടേക്ക് കയറി വന്നുകൊണ്ടേ തന്നെ നമ്മുടെ രാജലക്ഷ്മി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ വരവ് കാണുന്നത്. ഇങ്ങനെ ആടി മൂടി നോക്കിയിട്ട് ആള് വിറച്ചിട്ട് ഓടുകയാണ് കേട്ടോ. ഓടി നേരെ ഇന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. ഈ സമയത്താണ് പല്ലവിയും നമ്മുടെ അതുപോലെ തന്നെ പാറും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരുടെ വന്ന ശേഷം ഇതാരാ എന്നിങ്ങനെ ചോദിച്ചപ്പം എടി ഇതാടി അമ്മാവൻ എന്ന് പറഞ്ഞു. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഏകദേശം വ്യക്തമായി. അവരങ്ങോട്ടേക്ക് ചെന്നു. എടാ ദേ അയാള് വന്നിരിക്കുന്നു, അധോലോക നായകൻ അമ്മാവൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആണോ എന്ന് ചോദിച്ച് ഇന്ദ്രൻ വേഗം ചാടി എഴുന്നേക്കാണ്. എങ്കിൽ ഞാൻ അയാളെ ഒന്ന് കാണട്ടെ. എടാ നീ ഇപ്പൊ അയാളുടെ ഫ്രണ്ടിലേക്ക് ചെല്ലണ്ട എന്ന് പറഞ്ഞു. നമസ്കാരം എന്ന് പറഞ്ഞു. നാട്ടിൽ ഇത്രയും ചൂടുണ്ടെന്ന് നീ പറഞ്ഞില്ലല്ലോ മോളെ എന്ന് പല്ലവിയോട് ഇങ്ങനെ പറയാണ്. അപ്പൊ പല്ലവി നമസ്കാരം അമ്മാവ എന്നൊക്കെ പറഞ്ഞു വളരെ ഭവ്യതയോടെ നിൽക്കാണ്. പല്ലവിയും പാറും എന്ത് ചൂടാ മോളെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എവിടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ പല്ലവി നമ്മുടെ ഇന്ദ്രനെയും അതുപോലെ തന്നെ ഈ പറയുന്ന രാജലക്ഷ്മിനെയും. അപ്പൊ ഹിന്ദിയ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ തീഹാർ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അന്തരിയിലെ ഒരു ചേരി കത്തിച്ചത് ഞാൻ ഒരുമിച്ച് എന്താ പറയാ തന്നെയായിരുന്നു. ഒറ്റ രാത്രിയിൽ ചേരി ഒഴിപ്പിച്ചു കൊടുക്കണമെന്ന് മജൂംദാർക്ക് ഒരേ നിർബന്ധം. മജൂംദാറോ വേദനിക്കുന്ന ഒരു പാവം കോടീശ്വരനാന്നേ. സത്യം, ഞാൻ എന്തു ചെയ്യുന്നതിന് മുൻപ് ഞാൻ 2 പേരോട് അഭിപ്രായം ചോദിക്കും. ആരോട് അമ്മാവ? ഒന്ന് എന്റെ മനസാക്ഷിയോട്. രണ്ടാമത്തെ ആളാരാ എന്ന് ചോദിച്ചു. അതെന്റെ രണ്ടാമത്തെ ബുദ്ധിയോട്. ഇവർ 2 പേരും പെർമിഷൻ തന്നു. അതോടെ ഞാൻ സ്ക്രാമ്പിൾഡ് കർത്തിയമേനെ എന്ന് പറഞ്ഞു. എന്നാലോ എന്ന് വെച്ചാ കൊന്നു കളഞ്ഞൂന്ന്. എന്റെ അമ്മോ എന്ന് പറഞ്ഞ രാജലക്ഷ്മി പേടിച്ച് വരണ്ട നിക്കാട്ടോ. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഏതോ ഒരു ചോടാ ലഡ്ക കാരണം നീ ഇവിടെ കിടന്ന് പെടാപ്പാടെ പെടുന്നു കേട്ടപ്പോ സങ്കടം തോന്നി. എടാ നിന്നെയാ എന്ന് പറയാണ് രാജലക്ഷ്മി വേഗം രഹസ്യമായിട്ട്. പിന്നെ എന്തിനാടി ഞാൻ നിന്റെ അമ്മാവനാന്ന് പറഞ്ഞ് നടക്കുന്നത്? അതുകൊണ്ട് തന്നെയാ പോന്നത്. ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ? എങ്കിൽ അതെടുത്തോ, ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഈ തോക്ക് ഉപയോഗിക്കാറില്ലേ? ഇത് ബഡാ ടീംസിൽ വേണ്ടി മാത്രമാണ് ബേട്ടി. അതാ ഞാൻ പറഞ്ഞത്. എടാ ഇങ്ങോട്ട് പാടാ എന്ന് പറഞ്ഞു. അപ്പൊ ഇതരാ സാളെ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ഇന്ദ്രനും രാജലക്ഷ്മിയും കൂടി നേരെ നമ്മുടെ ഗോപി വക്കീലിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പൊ ആള് അധോലോക നായകനാണല്ലോ, പേടിച്ചു വിറച്ചാണ് നിൽക്കുന്നത്. സ്ക്രൂ ഡ്രൈവർ അമ്മാവാ, എന്നാ മോൻ പാവാ, എക്ക് സാധു തൂ കോന എന്ന് പറഞ്ഞു. മാതാജി ഇവന്റെ തള്ള ഞാൻ എന്ന് പറഞ്ഞു. എന്ന് ദൂരോ ജാവോ, മാറി നിൽക്കാനാ പറഞ്ഞത്. പറഞ്ഞാ പോരെ, ഞാൻ മാറി നിന്നേനെ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം രാജലക്ഷ്മി പുറകോട്ട് മാറി നിൽക്കാണ്. എന്നിട്ട് ഇന്ദ്രന്റെ അടുത്തേക്ക് ഇയാൾ അങ്ങ് ചെന്നു കേട്ടോ.
ഇന്ദ്രനെ പേടിയൊക്കെ ഉണ്ട്, പക്ഷേങ്കില് ഇന്ദ്രൻ പേടിയില്ലാത്തതുപോലെ ഭയങ്കരമായിട്ട് അഭിനയിച്ചൊക്കെ നിൽക്കുകയാണ്. അതോടെയാണ് എന്നിട്ട് ഇന്ദ്രന്റെ കഴുത്തിലേക്ക് തോളിലേക്ക് കൈയിട്ടിങ്ങനെ നിന്നു കേട്ടോ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.